Peter 1:10. Therefore, my brothers and sisters, make every effort to confirm your calling and election, for if you do these things, you will never stumble. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. 11 verse 11 also. And you will receive a rich welcome into the eternal kingdom of our Lord and Savior Jesus Christ. Hallelujah. Hallelujah. ആ സന്തോഷമുള്ളവർ സ്തോത്രം ചെയ്താട്ട് Let's worship the Lord together. നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. God has called us to be His children. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അത് പറഞ്ഞാണ് തുടങ്ങിയത്. That is what we discussed last week. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വേറെ ആംഗിളിൽ കൊണ്ട് നിർത്തുകയുണ്ടായി. God turned us away and His Holy Spirit led us to a different turn. ഇവിടെ 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ എടുത്തു പറയുന്നത് in first chapter 2nd and 3rd verse, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിച്ചു വരുമാറാകട്ടെ. It mentions here that grace and peace be yours in abundance through the knowledge of God and Savior Jesus Christ. 16 പ്രാവശ്യം പരിജ്ഞാനം എന്ന പദം പത്രോസ് അപ്പോസ്തലൻ ഈ വചനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. Peter has used 16 times the word knowledge. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. 3rd verse says, His divine power has given us everything we need for a godly life through our knowledge of Him who called us by His own glory and goodness. അപ്പോൾ നമ്മൾ വിളിക്കുക മാത്രമല്ല, നാം തിരഞ്ഞെടുക്കപ്പെട്ടു മാത്രമല്ല, നമ്മൾക്ക് ജീവിക്കേണ്ടതായ എല്ലാ സോഴ്സുകളും സ്വർഗ്ഗത്തിൽ നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. God has not just called us and elected, but He's also given us, blessed us with the knowledge and the glory and goodness for us. എല്ലാം സാധിക്കുന്നത് നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. All of this is possible through the knowledge and goodness of Him. അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. His divine power has given us everything that we need to live a godly life through our knowledge of Him. ദൈവമക്കളെ, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടതായ സകല കാര്യങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. Everything that we need to live in this world as a child of God, God has blessed us through His Holy Spirit. അവന്റെ പരിജ്ഞാനം, സ്വർഗ്ഗത്തിന്റെ പരിജ്ഞാനത്തിനൊത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. It's God's knowledge through His Holy Spirit that He is leading us each day in this world. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ദൈവമക്കളെ, ഇന്ന് ഉച്ച കഴിഞ്ഞ സമയത്ത് എനിക്ക് നിങ്ങൾക്കും സന്തോഷിക്കുവാനിടയുണ്ട്. We should be happy and thankful to God that the Holy Spirit is with us, helping us and leading us and guiding us each day. അതുകൊണ്ട് സന്തോഷമുള്ളവർ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താണ്ട് Let's worship the Lord together. സന്തോഷമുള്ളവർക്ക് മാത്രമേ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യുവാൻ പറ്റുകയുള്ളൂ. Only if your heart is filled with joy and peace, you will be able to worship the Lord wholeheartedly. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവനും ഭക്തിക്കും ലഭിച്ചിരിക്കുന്ന നന്മകൾ മുഖാന്തരം ഈ 4-ാമത്തെ വാക്യത്തിൽ നമ്മളോട് പറയുന്നത്, 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. When we look at verse 4, it says, through promises, so that through these He has given us His very great and precious promises, so that through them we may participate in the divine nature. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട്, having escaped the corruption in the world caused by the evil desires, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിട വരുന്നു. so that we may participate in the divine nature. ഈ നശിച്ചു പോകുന്ന ലോകത്തെ ഫോളോ ചെയ്യാതെ, let us not follow these worldly desires and which is being destroyed by the evil nature. ഈ നിലനിൽക്കാത്ത കാര്യങ്ങൾ നമുക്ക് ഓഫർ ചെയ്യുന്ന ലോകത്തെ നോക്കി ജീവിക്കാതെ, let's not look at this world which cannot offer eternal life. ദൈവിക പരിജ്ഞാനത്തിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ദിവ്യ സ്വഭാവം,
when we live in the knowledge of God through His divine power. അതാണ് ദൈവമക്കളെ എനിക്കും നിങ്ങൾക്കും വേണ്ടത്. That is what we need as child of God. അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ ദൈവമക്കളെ. That is the only thing which is eternal. അത് മാത്രമേ ആശ്രയിക്കുവാൻ നമുക്കുള്ള ദൈവമക്കളെ. That is the only thing that we have assurance of. ഈ ലോകത്തിന്റെ നശിച്ചു പോകുന്ന കാര്യങ്ങൾക്കല്ല നമ്മൾ ജീവിക്കുന്നത്. We are not living as a child of God for these destructive nature and the evil desires of this world. ഈ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. We need to escape the corruption in the world and participate in the divine nature. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ട് Let's worship the Lord together. ആ ദിവ്യ സ്വഭാവത്തിന് എന്നെ കൂട്ടാളിയാക്കുന്ന സ്വർഗത്തിന്റെ പരിജ്ഞാനം എപ്പോഴും എന്റെ കൂടെ ഉള്ളതിനായി സ്തോത്രം എന്ന് പറഞ്ഞാട്ട്. Let's worship the Lord together that He has blessed us with the divine nature through the knowledge of Him today. Let's worship the Lord together. ഇന്ന് ഉച്ചകഴിഞ്ഞ സമയത്ത് സ്വർഗത്തിന്റെ പരിജ്ഞാനം ആഗ്രഹിച്ച് ജീവിക്കുന്ന ദൈവവൈതലേ, നീ ലജ്ജിച്ചു പോകത്തില്ല. നിന്നെ നടത്തപ്പെടുന്ന ദൈവപരിശുദ്ധാത്മാവിന്റെ ജ്ഞാനമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. Every child of God who is living by His divine nature and through the Holy Spirit, let's not forget that God is with us today. അതുകൊണ്ട് എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 20 മുതൽ 24 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുക. സിസ്റ്റർ എടുക്കേണ്ട ദയവായി ഓഡിയൻസ് നിർത്താട്ടെ. എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ എടുത്തു വായിക്കാം. Ephesians 4:20 to 24. സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനെ ഉപദേശം ലഭിച്ച എങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. അതിന്റെ ട്രാൻസ്ലേഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുതുമനുഷ്യനെ ധരിച്ച് ആ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിപ്പാൻ എന്നെ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുകയാണ്. God has called us to live as a new person in Him. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. Let's worship the Lord together. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. Let's worship the Lord. എനിക്ക് പുതുക്കം പ്രാപിക്കുവാനും പുതുമനുഷ്യനെ ധരിക്കുവാനും സാധിച്ചതിൽ സ്തോത്രം എന്ന് പറഞ്ഞാട്ട്. Let's worship the Lord that we are able to put aside our former way of life and put a new self in Him. അതുകൊണ്ട് നാം കൃപയിൽ വളരുക. That's how we need to grow in righteousness. നാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെടുക. We need to rebuild ourselves in the foundation of His knowledge. നാം കൃപയിലും സത്യത്തിലും അടിസ്ഥാനപ്പെടുമ്പോൾ ദൈവവചനം വിട്ട് മാറുവാൻ ഇടയാകത്തില്ല. If we believe in Him and trust in Him through His goodness, we will not be able to walk away from this faith. നമുക്കറിയാം പത്രോസിന്റെ 2-ാം ലേഖനം എഴുതിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ സഭയിൽ നുഴഞ്ഞു കയറിയ ദുരുപദേശങ്ങൾക്കെതിരെ താക്കീത് നൽകി തന്റെ വിശ്വാസികളെ പഠിപ്പിക്കുകയാണ് പത്രോസ്. When we look at 2 Peter, the main focus is a letter written to the church about the destructive heresies which has been entering the church. തന്റെ വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരിക്കലും ദുരുപദേശങ്ങൾ ചർച്ചിനകത്ത് കടന്നു വരുമ്പോൾ അതിൽ ശ്രദ്ധ കൊടുത്ത് ഹല്ലേലൂയ നിങ്ങളുടെ ക്രിസ്തീയ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ് കൂടെ പറയുന്നത്. The 2nd chapter mentions about the false teachers and the false teaching which is entering the church, and as children of God we should be careful of what we take in. ഇവിടെ പറയുന്ന ദുരുപദേശക്കാരുടെ സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തമായി ക്രിസ്തീയ സ്വഭാവം വളർത്തിയെടുക്കുവാൻ വിശ്വാസികളെ പത്രോസ് അപ്പോസ്തലൻ പ്രോത്സാഹിപ്പിക്കുന്നു. Peter is encouraging the believers to stay away from these false teachers and false prophets, and what we need to focus on and rebuild on as children of God. ദൈവമക്കളെ, ചർച്ചിനകത്തുനിന്നല്ല നമ്മൾ കൂടി വരുന്ന ഒരു മേഖലകളിലും ദൈവവചനത്തിനെതിരായി കേൾക്കുന്ന ഒരു ശബ്ദത്തിനും നമ്മളുടെ തലയെ വണക്കി കൊടുക്കരുതെന്ന് ഇന്ന് ഉച്ച കഴിഞ്ഞ സമയത്ത് എടുത്തു പറയുന്നതിനകത്ത് എനിക്ക് സന്തോഷമുണ്ട്. We need to remind ourselves that not only just in church, wherever we meet, and if there is something that is going across a false teaching, we need to make sure that we are not part of it. പഴയ നിയമകാലത്തും
ദൈവവചനത്തിൽ നല്ലവണ്ണം നമ്മളോട് പറയുന്നു, ഹല്ലേലൂയ, കള്ളപ്രവാചകന്മാർ ഹല്ലേലൂയ ഉണ്ടായിരുന്നുവെന്ന്. When we look at Old Testament, it mentions talks a lot about false prophets. ഈ പഴയ നിയമകാലത്തിന്റെ സമയം കൊണ്ട് കഴിഞ്ഞു പോയില്ല, അതിപ്പോഴും അത് ആവർത്തിച്ചു വരുന്നുണ്ടെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. We need to understand and remind ourselves that the false prophets and teachers are not gone away. We do have them in the New Testament and right now in these churches as well. അതിന്റെ ഒരു തെളിവ് യെരമ്യ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 30 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഒന്നെടുത്ത് വായിച്ചാട്ട്. Jeremiah chapter 30. 5-ാം അധ്യായത്തിന്റെ 30, 31. 5, 30 and 31. വിസ്മയവും ഭയങ്കരവുമായുള്ളത് ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാരും അവരോട് ഒരു കൈയാളിന് അധികാരം നടത്തുന്നു. ഹല്ലേലൂയ. പ്രവാചകന്മാർ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാരും അവരോട് ഒരു കൈയാളിന് അധികാരം നടത്തുന്നു. പുരോഹിതന്മാരും അവരോട് ചേർന്ന് നിന്ന് അധികാരം നടത്തുന്നു. എന്ത് പറയുന്നു അതനുസരിച്ച് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നു. ദൈവമക്കളെ, നാം തെറ്റിപ്പോകരുത്. ഈ രാജ്യത്തെന്നല്ല, നമ്മൾ ഇനിയുള്ള സമയത്ത് വളരെ ശ്രദ്ധിക്കണം. ദൈവവചനം കോട്ടിക്കളയുന്ന ദുരുപദേശങ്ങൾ ചർച്ചിനകത്തും നാം പോകുന്ന സ്ഥലത്തും കയറി വരുവാൻ ചാൻസ് ഉണ്ട്. We need to be very careful that it is not just in the Old Testament, but right now where we work and where we live and when we meet, there are a lot of false teaching and false prophets going around. ഇതെല്ലാം മനസ്സിലാക്കുകയും നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ നിലനിന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കള്ളപ്രവചനങ്ങളും നമുക്കറിയാം ഇങ്ങനെയുള്ള ഫോൾസ് ടീച്ചിങ്ങുകളും നമുക്ക് എതിർത്ത് നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിജ്ഞാനവും പരിശുദ്ധാത്മാവിന്റെ സഹായവും ആവശ്യമാണ്. In order for us to stand strong in our faith, we need to have God's knowledge and God's goodness in us, and only then we will be able to stand against the false teaching and false prophets. ഈ 1 തിമോത്തിയോസ് 4-ന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? Let's turn to 1 Timothy 4:1. Hallelujah. The Spirit clearly says that in later times some will abandon the faith and follow deceiving spirits and things which are taught by demons. Hallelujah. അന്ത്യകാലത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? What does it say about the end times? മലയാളത്തിൽ ഒന്ന് വായിച്ച്, മലയാളത്തിൽ കൂടെ എടുത്ത് പറഞ്ഞേ. ഭാവികാലത്ത് വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് പോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം. നമുക്കറിയാം ഈ അന്ത്യകാലത്ത് നാം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ അലർട്ട് ചെയ്യുകയാണ്. ഈ അന്ത്യസമയത്ത്, ഈ അന്ത്യകാലത്ത് ഞാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഹല്ലേലൂയ. നമ്മൾക്ക് തന്നിരിക്കുന്ന സ്വർഗത്തിന്റെ പരിജ്ഞാനം അനുസരിച്ച് നാം ജീവിക്കാൻ തുടങ്ങുമ്പോൾ we need to be careful what it says in 1 Timothy chapter 4 about the Spirit, that there will be a lot of people who will be in these days, they abandon the faith and follow deceiving spirits. And the Peter and Paul mentions clearly what we need to stand for strong through the divine power that God has blessed us with. ഒരു കാര്യം ഉറപ്പാണ്, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം അത്ഭുതം ചെയ്യും. ഇന്നും ദൈവം അത്ഭുതം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അത്ഭുതങ്ങളൊക്കെ കാണുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്, ദൈവവചനം വിട്ട് നമ്മൾ ഓടിപ്പോകരുത്. ഏത് അത്ഭുതങ്ങൾ കണ്ടാലും അടയാളങ്ങൾ കണ്ടാലും ദൈവവചനത്തിന് അടിസ്ഥാനമുള്ളതാണോ എന്ന് നാം ശ്രദ്ധിക്കണം. We see a lot of miracles being done. It was done in the past, it is being done today, but do not be deceived just by the miracles, because we need to be seen that if this is according to the foundation of God or not. Are these miracles based on that? ഒരു കാര്യം ഉറപ്പാണ്, ദൈവകൃപയിലും അവന്റെ സത്യത്തിലും നാം ജീവിക്കുന്നിടത്തോളം നമ്മെ അതിൽ നിന്നെല്ലാം രക്ഷിക്കുന്ന ദൈവത്തിന്റെ കൃപ എപ്പോഴും ഉണ്ടെന്നുള്ള പരമാർത്ഥത നാം മറന്നു പോകരുത്. We need to remember that if we stand strong in God through His divine power and knowledge of Him, God is able to give us the discerning power to know what is right and what is wrong. ദൈവത്തിന്റെ പരിജ്ഞാനത്തിലും സ്വർഗത്തിന്റെ പരിജ്ഞാനത്തിലും പരിശുദ്ധാത്മാവിലും ആശ്രയിച്ച് ജീവിക്കുന്ന ദൈവവൈതലേ, നിന്നെ പഠിപ്പിച്ചു തരുന്ന ഹല്ലേലൂയ സ്വർഗത്തിന്റെ ജ്ഞാനം എപ്പോഴും ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. We should remember that God's divine power and His knowledge and His Holy Spirit with us each day in every step to teach us what is the right thing to do. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് 2-ാം അധ്യായത്തിൽ വളരെ ക്ലിയറായി 2:4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഹല്ലേലൂയ ദൈവം നീതിമാന്മാരെ രക്ഷിക്കുകയും
നീതികെട്ടവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നത് വളരെ ക്ലിയറായി എടുത്തു പറയുന്നത്. When we look at 2 Peter chapter 2 from 4 to 8, it mentions about what God is going to do for people who are righteous and people who are wicked, and how he is going to judge them in the end days. അവൻ നീതിമാരെ രക്ഷിക്കുന്ന ദൈവമാണ്. And he is the one who protects the righteous. നീതിമാന്മാരെ രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. He will take care and look after the righteous. അവന്റെ കൃപയിലും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും നാം ജീവിക്കുന്നിടത്തോളം നമ്മെ രക്ഷിക്കുന്ന, നമുക്ക് വകതിരിവ് പറഞ്ഞു തരുന്ന സ്വർഗത്തിന്റെ ജ്ഞാനമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. If we trust in him and if we live according to his ways, by placing a foundation of him, God is able to look after us and not condemn us like the unrighteous. മൂന്ന് കാര്യങ്ങൾ പത്രോസ് അപ്പോസ്തലൻ എടുത്ത് രണ്ടാമത്തെ അധ്യായത്തിൽ എടുത്തു പറയുന്നു. There are three things which Peter puts emphasis on in chapter 2. നാലാമത്തെ വാക്യത്തിൽ ദൈവത്തോട് മത്സരിച്ച് പാപം ചെയ്ത ദൂതന്മാരെ കുറിച്ച് പറയുന്നു. Fourth verse mentions about the angels who have been in the chains of darkness and to be held for judgment. ദൈവം അവരെ നരകത്തിലേക്ക് അയച്ചു. അന്ത്യന്യായവിധി ദിവസത്തിൽ ദൈവം അവർക്ക് അന്തിമ ശിക്ഷ വിധിക്കുമെന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയി പറയുന്നു. We can see clearly that God did not spare the angels when they sinned, and he sent them to hell, putting them in the chains of darkness. രണ്ടാമതായി നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ വചനമനുസരിക്കാതെ മ്ലേച്ഛമായി ജീവിച്ച ദൈവം സൃഷ്ടിച്ചവരെ ഒരു ജലപ്രളയത്താൽ ദൈവം കൊന്നുകളഞ്ഞു. And when we look at verse 5, it says that the ancient world, he brought a flood on the ungodly people who went on with their wicked ways. അവിടെയും ദൈവത്തിന്റെ കൃപ നോഹയ്ക്ക് ലഭിച്ചു. അത്രയും പേരെ കൊന്നുകളയുമ്പോഴും ഒരു കാര്യം ഉറപ്പായിരുന്നു, യഹോവയായ ദൈവം തന്റെ കൃപ നോഹയുടെ മേൽ പകർന്നു. അവിടെ നിന്ന് നോഹയും തന്റെ കുടുംബത്തെയും രക്ഷിച്ചതായി നമുക്ക് കാണുവാനായിട്ടിടയായി തീരും. We can see that the whole world was wicked and ungodly, but there was one family that God looked after them, Noah and his family. In the midst of all that God looked after Noah and his family. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യമനുസരിച്ച് നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കരുമായിരുന്നു. അവൻ ദൈവത്തോട് കൂടെ നടന്നു. When we look in Genesis chapter 6, it mentions about Noah that he was a righteous man. He followed God wholeheartedly and God honored him. അപ്പോൾ ദൈവത്തെ അനുസരിച്ച് അവന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ദൈവവൈതലെ, നിന്നെ രക്ഷിക്കുവാൻ കടന്നു വരുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്നുള്ള കാര്യം ഇന്ന് ഉച്ചകഴിഞ്ഞ സമയം മറന്നു പോകരുത്. We should not forget that just like how God stepped out, went down to help Noah and his family in the midst of all the ungodliness that was happening, God can do the same thing for us. അവൻ ദുഷ്ടന്മാരെ നശിപ്പിക്കുമ്പോഴും നീതിയുള്ള തന്റെ മക്കളെ ഇങ്ങനെയുള്ള പ്രതികൂലത്തിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവമാണെന്ന് ഹല്ലേലൂയ ഓർത്ത് നമ്മൾ കർത്താവിന് സ്തോത്രം ചെയ്യണം. Let's worship the Lord that while he condemns the ungodly, he will come down and save the righteous. ഏത് കൊറോണ വന്നോട്ട്, ഏത് പ്രശ്നങ്ങൾ വന്നോട്ട്, ഏത് പ്രതികൂലങ്ങൾ വന്നോട്ട്, അതിന്റെ മധ്യത്തിൽ നീതിയുള്ള ദൈവമക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിക്കുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. We do not need to worry about the circumstances around us like COVID. We do not need to worry about it, but God can come down and help the righteous. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് ഉച്ചകഴിഞ്ഞ സമയത്ത്? How many of us believe it together? എന്നെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ കരം എന്റെ കൂടെയുണ്ട്. God's hand is with me, who is able to protect me. എന്നെ താങ്ങി നടത്തുന്ന ദൈവത്തിന്റെ കരം എന്റെ കൂടെയുണ്ട്. God is able to look after me, his hand is with me. ഞാൻ നീതിമാനായി ജീവിക്കുന്നിടത്തോളം എന്നെ താങ്ങുന്ന കരം എന്റെ കൂടെയുണ്ട്. As long as I live as a righteous man, God's hand is with me. മൂന്നാമതായി നമ്മൾ അവിടെ കാണുന്ന പത്രോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നത് തന്റെ, അതിന് നമുക്കറിയാം ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിന്റെ ആടും ലോത്തിന്റെ ആട്ടിടയന്മാരും തമ്മിൽ പ്രശ്നമുണ്ടായല്ലേ? ഉള്ളപ്പോൾ അവർ രണ്ട് വഴിയായി തിരിഞ്ഞു. പക്ഷെ ലോത്ത് തലപൊക്കി നോക്കിയപ്പോൾ കണ്ടത് നീരോട്ടമുള്ള പ്രദേശമായിരുന്നു. When we look in Genesis, we can see about Abraham and Lot when they had a lot of animals around and they had to split. So we see that Abraham and Lot split. Hallelujah. 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 ഇവിടെ നമുക്കറിയാം ലോത്ത് 13-ാം അധ്യായത്തിൽ പറയുന്നു, 13-ാമത്തെ അധ്യായത്തിൽ അബ്രഹാം പറയുന്നു, ദേശമെല്ലാം 13-ന്റെ 9-ാമത്തെ വാക്യത്തിൽ, ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ? എന്നെ വിട്ടുപിരിഞ്ഞോ? നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത്
നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. When we look at Genesis chapter 13 and 9 and 10 verses, is not the whole land before you? Let's part company. If you go to the left, I will go to the right. If you go to the right, I will go to the left. Lot looked around and saw the whole plain of the Jordan towards Zoar, which was well watered like the garden of the Lord, like the land of the Egypt. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ ലോത്ത് ആ സ്ഥലത്ത് ചെന്നുവെങ്കിലും നമ്മൾ ഈ 2 പത്രോസിന്റെ 2:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഉറച്ചു വായിച്ചേ. Let's read 2 Peter 2:6-8. സോദോം ഗൊമോറ പട്ടണങ്ങളെ ഭസ്മീകരിച്ച് മൂലനാശത്താൽ ന്യായം വിധിച്ചു മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും അതിഥികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തന്റെ നീതിയുടെ മനസ്സ് നൊന്ത് അവരുടെ ദുഷ്കാര്യ പ്രവൃത്തിയിൽ വലഞ്ഞുപോയ നാൾതോറും അധർമ്മ പ്രവൃത്തി കണ്ട് കേട്ടും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയിൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. സ്തോത്രം ചെയ്താട്ട് നീതിമാനായ നോഹയെ വിടുവിച്ച ദൈവം നീതിമാനായ ലോത്തിനെയും വിടുവിച്ചു. When we look at 2 Peter 7 and 8, we can see that the God who rescued the righteous Noah came down to rescue Lot as well. Hallelujah. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ട്. Let's worship the Lord together. ചില നീരോട്ടങ്ങളൊക്കെ കാണുമ്പോൾ അത് ഗുണമാണെന്ന് തോന്നിയാലും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചെന്നെത്തുന്ന സ്ഥലം ഒരുപക്ഷെ നമുക്ക് ഗുണമായി മാറത്തില്ല, അത് നമുക്ക് തലവേദനയായി മാറുമെന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. We need to remember that the place that Lot went initially, he thought it was a land of goodness and blessings, but it didn't turn out that he expected, and it became a place with full of wicked and ungodly people. പക്ഷേ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമായതുകൊണ്ടും ലോത്തിനെ ദൈവം സ്നേഹിച്ചതുകൊണ്ടും ആ സ്ഥലത്ത് നിന്ന് ഹല്ലേലൂയ സ്തോത്രം തീയ്ക്ക് മുൻപായി തീയിട്ട് നശിപ്പിക്കുന്നതിന് മുമ്പായി സൊദോം ഗൊമോറ എന്ന സ്ഥലത്ത് നിന്ന് ലോത്തിനെ വിടുവിക്കുവാൻ ദൈവത്തിനിടയായി തീർന്നു. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താണ്. We can see that before he condemned Sodom and Gomorrah, he went down to rescue Lot because he was righteous. ഇത് തന്നെയാണ് കർത്താവിന്റെ വരവിന് സംഭവിക്കാൻ പോകുന്നത്. ദൈവത്തെയും ദൈവവചനത്തെയും അനുസരിക്കാതെ കർത്താവിന്റെ ശിക്ഷയിലായിരിക്കുന്ന ഈ ജനത്തിന്റെ മധ്യത്തിൽ നിന്ന് അതിൽ നാം എവിടെയായിരുന്നാലും നമ്മളെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ കരമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് ദൈവമക്കളെ. This is what exactly we need to remind ourselves in the second coming of Jesus Christ, where there will be wicked and ungodly generation around us, but in the midst of all this, God is able to come down and rescue us just like he rescued Noah and Lot. അതുകൊണ്ടാണ് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കി അതീവ ശ്രദ്ധയോടെ കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയിൽ ഹല്ലേലൂയ നാം ജീവിച്ചാട്ട്. That's why I need to put emphasis today that because we have been called and elected by God, we need to live in that assurance that God is going to come down to rescue us. ഇവിടെ 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോയി എന്ന്. If we look at 2:20, it says, if they have escaped the corruption of the world by knowing our Lord and Savior Jesus Christ, they are again entangled in it, and they are overcome, and they are worse off at the end before they were than the beginning. അങ്ങനെ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ദൈവമക്കളെ, അവന്റെ രാജ്യത്തിന്റെ വിളി കേട്ടിറങ്ങിയിരിക്കുന്ന ദൈവമക്കളെ, നാം തിരിച്ചു പോകുവാനുള്ളവരല്ല, ഹല്ലേലൂയ, നാം മടങ്ങി പോകുവാനുള്ളവരല്ല. അവന്റെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കി ജീവിക്കുന്ന ദൈവവൈതലേ, നമുക്കൊരു ദേശമുണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്. സ്വർഗരാജ്യം എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണെന്നുള്ള പരമാർത്ഥത ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. We need to remind ourselves that we have been called and elected by God, and we have a purpose and a plan, and we need to stand strong in this and not backslide and go back where we came from. യേശു പറഞ്ഞു, ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ സ്ഥലമൊരുക്കിയാൽ ഹല്ലേലൂയ സ്ഥലത്ത് നിങ്ങളെയും വന്ന് ഞാൻ കൊണ്ടുപോകും. സ്തോത്രം ചെയ്താട്ട്. Jesus said that I'm going to make a place for you, and I'm going to come back to take you to that eternal place. അതുകൊണ്ട് ജീവിതത്തിൽ ഓരോ അവസ്ഥകളും പ്രയാസങ്ങളും വരുമ്പോൾ എന്റെ ദൈവമക്കളെ ഞാൻ പറയട്ടെ, ദൈവസന്നിധി വിട്ട് മാറരുത്. പ്രതികൂലങ്ങൾ എത്ര വന്നാലും ദൈവസന്നിധി വിട്ട് മാറരുത്. ദൈവത്തിന് വേണ്ടി നിന്നോണം. വിളിയും തെരഞ്ഞെടുപ്പും അനുസരിച്ച് നാം നിൽക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അവൻ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും സംഭവിക്കുക തന്നെ ചെയ്യും. I need to remind each
matter what trials and temptations comes across our way, no matter what, do not go back, do not backslide from your faith. Stand strong in it through the divine power and the knowledge of God. And when we trust in Him, God is able to rescue us, and let us stand strong till the end. ഒരു 5 more minutes ഉള്ള മൂന്നാമത്തെ ചാപ്റ്ററിന്റെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞോട്ടെ. Let's talk a little bit about chapter 3. ഈ ചാപ്റ്റർ 3ലേക്ക് നമ്മൾ വരുമ്പോൾ പത്രോസ് പറയുന്നു, പ്രിയമുള്ളവരെ 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 എന്ന് 4 വട്ടം എടുത്തു പറയുന്നതായി എനിക്ക് കാണുവാനായിട്ടിടയായി തീർന്നു. When we look at chapter 3, the focus is mainly on the words dear friends has been repeated 3 times. അതെന്നോടും നിങ്ങളോടുമാണ് ഉച്ചകഴിഞ്ഞ സമയത്ത് പറയുന്നത്. We need to remind ourselves that this word is talking to us today. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന കാര്യം നാം മറന്നു പോകരുത്. We should not forget that the coming of our Lord Jesus Christ is very near than we think. ഇവിടെ 1-2 വാക്യങ്ങൾ ഞാൻ ഉറച്ചു വായിക്കാം. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം നാൾതോറും രക്ഷിതാവുമായവൻ തന്റെ കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2-നാൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥത ഉണർത്തുകയാണ്. ഹല്ലേലൂയ. The first and second verse says, dear friends, this is my second letter to you. I have written both of them as reminders to stimulate you to the wholesome thinking. I want you to recall the words which has been spoken in the past by the holy prophets and the command given by the Lord and Savior Jesus Christ through the apostles. 8-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയാം, പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത് എന്ന് പത്രോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നു. Peter mentions in 8 verse, it says, do not forget this one thing, dear friends. With the Lord, a day is like 1,000 years, and 1,000 years is like a day. 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കും. 14-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിക്കുവിൻ. 14 says that, dear friends, since you are looking forward to this, make every effort to be found spotless, blameless, and be peace with him. Bear in mind that our Lord's patience means salvation. ഹല്ലേലൂയ. അവന്റെ ദീർഘക്ഷമയാണ് നമ്മുടെ രക്ഷ. Lord's salvation, Lord's patience is our salvation. അവന്റെ ദീർഘക്ഷമയാണ് നമ്മുടെ രക്ഷ. God's patience is our salvation. നമ്മളോട് ദൈവം ക്ഷമിച്ച ആ സ്നേഹം എന്ന് കഴിഞ്ഞ സമയത്ത് ഓർത്തേ. We need to remind ourselves of his goodness and his patience by forgiving our sins. ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട് Let's worship the Lord together. എനിക്ക് നന്മ തന്ന ദൈവത്തെ മാത്രമല്ല ഞാൻ സ്തുതിക്കുന്നത്, എനിക്ക് രക്ഷ നൽകി തന്ന, എന്നോട് ദീർഘക്ഷമ കാണിച്ച, സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായിരിക്കുന്ന യേശു കർത്താവിന്റെ കൃപയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. We trust in a God who is not just patient with us, he is loving and compassionate, and who is full of divine and mighty power. ഒന്നുകൂടെ എല്ലാവരും കാട്ടുകുഞ്ഞുങ്ങളെ ഇരുന്നാട്ട് Let's worship the Lord. ഒന്ന് സന്തോഷത്തിൽ ഇരുന്നാട്ട്. Let's worship the Lord. എന്താ ഇന്നൊരു സന്തോഷമില്ലാതിരിക്കും? ശബ്ദമരുത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. അവന്റെ ദീർഘക്ഷമയ്ക്കായി സ്തോത്രം ചെയ്താട്ട്. അവന്റെ കരുതലിനായി സ്തോത്രം ചെയ്താട്ട്. അവൻ തരും, അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഒരു കാര്യം, ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവന്റെ വചനം അനുസരിച്ച് അവന്റെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കി കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും പറയുന്നു. God's Holy Spirit is reminding us today that if we want to be blessed by him, if we want to be called and elected by him and stand strong till the end, we need to trust in him wholeheartedly and stand in God's presence. ഇത് പ്രസംഗിക്കുവാൻ എളുപ്പമാണ്. It's very easy to preach. ഇന്ന് യേശു എന്നെയാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. God is looking at the person preaching today. ഈ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ഒരു കാര്യമെങ്കിലും എന്റെ ജീവിതത്തിൽ ചെയ്യുന്നു യേശു എന്നെ നോക്കുന്നുണ്ട്. God is looking at me to see that if I am following what I am preaching. It is easy. ദൈവം ഈ പുൽപിറ്റിൽ നിന്ന് പ്രസംഗിക്കുവാൻ എളുപ്പമാണ്, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നു എന്ന് യേശു എന്നെ നോക്കുന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്തോത്രം ചെയ്താണ്. It's easy to preach, but it's very difficult to practice. എന്റെ ദൈവമക്കളെ, നിങ്ങൾക്കല്ല ദൈവം അടിതരുന്നത്, എനിക്കാണ് ദൈവം അടിതരുന്നത്. കാരണം എന്റെ ജീവിതത്തിലെ കുറവുകൾ ഏറ്റുപറഞ്ഞ് മാന്യമായി ഞാൻ ജീവിച്ചില്ല എങ്കിൽ
എനിക്ക് തന്നെ അത് പോരായ്മയാണ്. സ്തോത്രം. If I don't ask for forgiveness for the things in my life and then preach here, I'm answerable to God for everything that I preach. അതുകൊണ്ട് ദൈവവചനം എടുക്കുമ്പോഴൊക്കെ ഞാൻ നോക്കും, ഇതിലൊരു 90% എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ, ഇല്ല എങ്കിൽ ഞാൻ ആ പാസേജ് പലപ്പോഴും സ്ലിപ്പ് ചെയ്ത് വിടാറുണ്ട്. സ്തോത്രം ചെയ്താണ്ട് Before I preach, when I take a passage, I look and examine myself to see if I'm worthy of preaching this and do I apply it in my life. അതുകൊണ്ട് ദൈവമക്കളെ, പ്രിയമുള്ളവരെ, എന്റെ ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് ഈ 17ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ചൊന്ന് ശ്രദ്ധിക്കാം. 3:17. Let's look at 3:17. പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കൃപയും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അവനിപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. Therefore, dear friends, since you have been forewarned, be on your guard so that you may be not carried away by the error of the lawless and fall from your secure position, but grow in the grace of knowledge of our Lord and Savior Jesus Christ. To him be the glory both now and forever. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. Let's worship the Lord together. നോഹയെ രക്ഷിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. God is the one who rescued Noah. ദൈവപുത്രന്മാരെ ശിക്ഷിക്കുവാൻ വേണ്ടി നരകത്തിൽ വിട്ട ദൈവമാണ് നമ്മുടെ ദൈവം. God did not spare angels and he sent them to hell. അങ്ങനെയെങ്കിൽ ലോത്തിനെ വിടുവിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. God rescued Lot. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നാൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മളെയും ദൈവം ശിക്ഷിക്കുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. We need to remember that every shortcomings and every sin that we commit, God is able to ask us and judge us for that. ക്രൂശിൽ തന്ന ഫ്രീഡം തെറ്റ് ചെയ്യുവാനുള്ള ലൈസൻസ് അല്ല, മറിച്ച് ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുവാനുള്ള പരമാർത്ഥത മറന്നു പോകരുത്. We need to remind ourselves that the precious blood that he shed on the cross is not a license for us to commit sin, but we are answerable to every sin that we commit. God is able to judge us. അതുകൊണ്ട് എന്ത് ദുരിതവേഷങ്ങൾ നമ്മൾ പോകുന്നിടത്ത് നമ്മുടെ ചർച്ചിനകത്ത് നാളെ ഒരു വ്യക്തി വന്ന് ഹല്ലേലൂയ സ്തോത്രം ഒരു അവസരം കൊടുത്താൽ എന്തെങ്കിലും ദുരിതവേഷങ്ങൾ പ്രസംഗിക്കുന്നുവെങ്കിൽ വിരോധായ വിശ്വാസികളെ പോലെ നിങ്ങൾ ഭവനത്തിൽ പോയി നോക്കണം. ഈ ദൈവദാസൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണോ, ഇല്ല എങ്കിൽ അടുത്ത ആഴ്ച വന്ന് ചോദിക്കുവാനുള്ള റൈറ്റ് ദൈവമക്കളായിരിക്കുന്ന നമുക്കുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. Tomorrow if someone comes here and preaches false teachings, we should have the boldness and the courage to go back and look at the word of God and question if this is according to God's word. അതുകൊണ്ട് ദൈവവചനത്തിനോട് കൂട്ടുവാനും ദൈവവചനത്തോട് കുറയ്ക്കുവാനും എനിക്ക് അധികാരമില്ല. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു പറയുവാൻ ദൈവം ഹല്ലേലൂയ എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു. We do not have the right to add or to remove anything that is written in God's word, as God's word is powerful. So we need to be careful about this. അതുകൊണ്ട് എനിക്ക് പറയുവാനായിട്ടുള്ള ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിളി കേൾക്കുന്നില്ല. ദൈവമക്കളെ, dear friends, God's children, കുഞ്ഞുങ്ങളെ, dear children, നമുക്ക് ദൈവം സൗന്ദര്യം തന്നിട്ടുണ്ട്. God has given us beauty. ആരോഗ്യം തന്നിട്ടുണ്ട്. God has given us strength. സമ്പത്ത് തന്നിട്ടുണ്ട്. Given us wealth. നന്മകൾ തന്നിട്ടുണ്ട്. Given us blessings. ഒരു കാര്യം ഓർക്കണം. We need to remember one thing. വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കി ജീവിച്ചില്ല എങ്കിൽ നമുക്കുള്ളതൊക്കെ വട്ടപൂജ്യമായി പോകും. If we do not live according to the calling and election of God, every blessing will be void. ലോത്ത് ഇത്രയും ഫെസിലിറ്റി ഉണ്ടായിട്ടും മനം തൊന്ന് ജീവിച്ചെന്നില്ലേ നമ്മൾ അത് വായിച്ചില്ലേ? പിന്നെ പോലെ ഓരോ ദിവസം അവിടെ കാണുന്ന പ്രശ്നങ്ങൾ കണ്ട് മനസ്സ് നൊന്ന് ജീവിച്ച ആളാ ലോത്ത്. When we look at Lot, he says that although he was a righteous man, he was really distressed about what was happening around him. അങ്ങനെയെങ്കിൽ ലോത്തിനെ പുറത്തു കൊണ്ടുവന്ന ദൈവമാണ് നമ്മുടെ ദൈവം. Our God rescued Lot out of it. ഈ ലോകത്തിൽ നടക്കുന്ന അന്ധകാര ശക്തികളെ കുറിച്ച് നമ്മൾ അറിവോടെ ജീവിച്ച് അവന്റെ വിളിയും തെരഞ്ഞെടുപ്പും അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ എവിടെയാണോ ഭാരപ്പെടുന്നത് ആ സ്ഥലത്ത് നമ്മളെ പറിച്ചെടുത്ത് മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഹല്ലേലൂയ ഞാൻ വിശ്വസിക്കുന്നു. Just like God rescued Lot when he was distressed by what was happening around him, we know that the world that we live in, there is a lot of unrighteous and ungodly people and wicked ways, and God is able to
come down and rescue us from this place. ഹല്ലേലൂയ. ഇന്ന് ഈ ലോകം ദൈവമാരെന്നറിയാതെ, ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, പിശാചുക്കളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ഇങ്ങനെയുള്ള കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. We condemn and we proclaim that every power of darkness that is happening in the hall next door, where the power of Holy Spirit will take over that power. യേശു മരിച്ചതിന്റെ ആ മഹാത്മ്യം മനസ്സിലാക്കാതെ ഈ അന്ധകാര ശക്തികളെ സേവിക്കുന്ന ദുഷ്ടാത്മ ശക്തി ഹല്ലേലൂയ ദേശത്ത് തുടച്ചു മാറ്റുവാൻ ഞങ്ങൾ കൽപ്പിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. We claim and we proclaim that every power of darkness who do not know the power of our Jesus Christ that He shed on the cross, we pray that that will be destroyed in the name of Jesus. അത് പറയുവാൻ തന്റെ ഇടമുള്ള ദൈവമക്കൾ ഇതിന്റെ മധ്യത്തിലുണ്ടോ? How many of us have the boldness? യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ അത് പറയുവാനുള്ള തന്റെ ഇടം നമുക്കുണ്ട്. സ്തോത്രം ചെയ്താട്ട്. Do we have the boldness and the courage to claim that today? ശത്രുവിന്റെ തലയെ തകർത്ത് കളഞ്ഞ രക്തത്തിന്റെ ശക്തിയാലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. We are standing here today for crushing the Satan's head by the power of Jesus Christ. നമുക്ക് ഒരായുധവും നമ്മുടെ മേൽ കടന്നു വന്നാലും ഫലിക്കത്തില്ല. കാരണം യേശുവിന്റെ രക്തത്തിന്റെ ശക്തി എന്റെ മേലും നിങ്ങളുടെ മേലും ഉണ്ട്. സ്തോത്രം ചെയ്താൽ Because we have been filled by the power of God and covered by the precious blood of Jesus, no weapon that is formed against us can stand in the name of Jesus. എന്താണ് നമ്മൾ ഇതുവരെയും വചനം കേട്ടുകൊണ്ടിരുന്നത്? What have we been learning and listening to God's word? ഞാൻ സെക്കൻഡ് പീറ്റർ ഹല്ലേലൂയ 1, 2, 3 തൊട്ട് ഒന്ന് സംസാരിച്ചത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് പറയുന്നത് നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കി അതീവ ശ്രദ്ധയോടെ യേശു ക്രിസ്തുവിന്റെ വരവിലുള്ള പ്രത്യാശയിൽ ജീവിക്കുക ദൈവമക്കളെ. We have been looking at chapter 1, 2 and 3, emphasizing on calling and the election of God, and how as God's children we need to be careful about what we hear and live according to the goodness and knowledge of God. എനിക്കറിയാം ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ടയർഡ് ആക്കിയിരിക്കുന്ന വ്യക്തികളുണ്ട്, ജോലി കഴിഞ്ഞിട്ടുള്ളവരുണ്ട്, ജോലിക്ക് പോകേണ്ടവരുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് പറയുവാനായിട്ടുള്ളത്, നിങ്ങളെ വഴി നടത്തുന്ന ഒരു സത്യമുണ്ട്. അവന്റെ വിളി സത്യമുള്ളതാണ്, അവന്റെ തിരഞ്ഞെടുപ്പ് സത്യമുള്ളതാ. അതുകൊണ്ട് നിങ്ങളെ താങ്ങി നടത്തുന്നവന്റെ കരം എപ്പോഴും ഉണ്ടെന്നുള്ള പരമാർത്ഥത മറന്നു പോകല്ലേ ദൈവമക്കളെ. I know that most of you have been tired from your work and some have been going, but I need to remind you again that God's goodness and gracious is with us, and we have been called and elected by God to stand strong in Him. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Let's all stand together in God's presence. നമുക്ക് ഇനി ചില അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Let's all stand in God's presence today. സ്വർഗ്ഗത്തേക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് പറഞ്ഞാണ്. Let's raise our hands to heaven and say this. അപ്പൊ അതിന്റെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കി ജീവിക്കുവാൻ എന്നെ ഇടയാക്കണമേ. God, help us to understand your calling and election in our lives. എന്റെ ജീവിതത്തിൽ ഈ രാജ്യത്തിന്റെ ഈ ദേശത്ത് ഞാനായിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അത് മനസ്സിലാക്കി തരുവാനുള്ള അവിടുത്തെ പരിജ്ഞാനത്തിനായി സ്തോത്രം. God, bless me with the wisdom to understand what is right and wrong, and have the power of discernment to understand the false teachings. എല്ലാവരും സ്തോത്രം ചെയ്താണ്ട് Let's all worship the Lord together. സ്വർഗീയ ജ്ഞാനത്തിനായി സ്തോത്രം പറഞ്ഞാണ്ട് Thank God for the goodness, for His divine knowledge. അവൻ നമ്മളെ രക്ഷിക്കുന്ന കരുതലുള്ളതുകൊണ്ട് സ്തോത്രം ചെയ്താണ്ട് God is able to protect us. Thank Him for that. സ്വർഗത്തിന്റെ കണ്ണ് നമ്മുടെ മേൽ ഉള്ളതുകൊണ്ട് സ്തോത്രം ചെയ്താണ്ട് Let's thank God because His eyes are fixed on us. ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രം ചെയ്താണ്ട് Let's all worship the Lord together. Please open your mouth and say hallelujah, praise the Lord. Can you just open your mouth and praise Him? Praise the Lord together. Adore Him, adore Him. Glorify His name today. Let us glorify His name. Worship the Lord today. Let us glorify His name. ഒരു Hallelujah. നിമിഷം അന്യഭാഷകൾ നിർത്തി സ്തോത്രം ചെയ്താണ്. Let's worship the Lord in tongues. ഈ നശിച്ചു പോകുന്ന രാജ്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ഈ രാജ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം ആരെന്ന് മനസ്സിലാക്കാതെ ഹല്ലേലൂയ ദൈവനീതി മനസ്സിലാക്കാതെ ജീവിക്കുന്ന ഈ രാജ്യത്തിൽ ഹല്ലേലൂയ ഞാൻ ആയിരിക്കുമ്പോൾ ദൈവമേ ഈ ദൈവസ്നേഹം എന്നിൽ കൂടെ പകർന്നു പോകുവാനിടയാകണമേ. അനേകർക്ക് ആശ്വാസമായി തീരണമേ അപ്പച്ച. Let's pray that Lord, you have brought me to this place for a plan and a purpose, and His love and goodness will flow through us to people who do not know Him. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. Let's worship the Lord together. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. Let's worship the Lord. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. Hallelujah. എല്ലാത്തിലും ഉപരി, Above all, എല്ലാത്തിലും ഉപരി above all,
നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കി ജീവിക്കുവാൻ എന്നെ ഇടയാക്കണമേ. Help me to understand your calling and election in my life. ആ സ്വർഗീയ ജ്ഞാനത്തിൽ ഇഷ്ടപ്പെട്ട് ജീവിപ്പാൻ എന്നെ ഇടയാക്കണമേ. Help me to live according to your plan and in divine knowledge and power. ആ ജ്ഞാനം നിറച്ചെന്നെ ബുദ്ധിയുള്ള വ്യക്തിയാക്കി തീർക്കണമേ. Make me wise with your divine wisdom. ആ ജ്ഞാനത്താൽ എനിക്ക് സൗഖ്യം തന്നിരിക്കുന്നത് കൊണ്ട് സ്തോത്രം അപ്പാ. Thank you, Lord, for healing me with that divine wisdom. ആ ജ്ഞാനത്തിൽ എന്നെ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരായി എണ്ണുവാൻ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം. Make me better than others using this knowledge and power in me. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, Gracious and heavenly Father, ഈ നല്ല സമയത്തിനായി സ്തോത്രം. thank you, Lord, for this wonderful time. ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് അടിയൻ ഏൽപ്പിക്കുകയാണ് അപ്പച്ചാ. Lord, we commit every person who is standing in your presence today, നിന്റെ മക്കളുടെ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കി knowing the election and calling of God in their lives, കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയിൽ ജീവിക്കുവാനുള്ള living in the assurance and hope of the second coming of yours. ആവേശവും സന്തോഷവും എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ. Bless them with your love and with your peace. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞുങ്ങളെ കരുതണമേ അപ്പാ. Protect them, Lord. നിന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളെ കാണണമേ അപ്പച്ചാ. Look at their needs and fulfill them in Jesus' name. നന്മകളാൽ നിറയ്ക്കണമേ അപ്പച്ചാ. Fill them with your goodness. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം. Thank you, Lord, for all your blessings and goodness. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ In Jesus' name we pray. ആമേൻ.